ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുമ്പിളപ്പവും അതേപോലെ തന്നെ കുറച്ച് തണ്ണിലാമൃതവും കുടിച്ചിട്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ചക്ക ഉണ്ടായിരുന്നു പഴുത്തത്. അപ്പോൾ വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കയിൽ ഇപ്പോൾ എന്താ വെച്ചാൽ വെള്ളം ഇറങ്ങിയതുകൊണ്ട് ചക്ക കഴിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു, മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇവരാർക്കും ചക്കച്ചുള വെറുങ്ങനെ പഴുത്ത ചക്കൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല, മോനും ഹസ്ബൻഡിനും ഒന്നും. ഇപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അങ്ങനെ പിന്നെ ഞാൻ വൈകുന്നേരം ഓഫീസ് വിട്ട് വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നന്നായി അരച്ചെടുത്തതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നന്നായി ഇതിന് വേവ് ഉണ്ടാവും. അപ്പോൾ ചക്ക ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ ഈ ബാക്കി പൊടികളൊക്കെ ഇടുന്നത്. പിന്നെ കുറേശ്ശെ ആക്കിയിട്ട് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടിക്ക് ഒക്കെ ആക്കൂലേ, അങ്ങനെയുള്ള പച്ചരീൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരകിയിടുന്നുണ്ട്. അപ്പോൾ ചിലർ തേങ്ങ കൊത്തൊക്കെ വറവിടും, ഞാൻ തേങ്ങ ചിരവി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഏലക്കായി ഇടുന്നുണ്ട്. അതും ഇതേപോലെ ചില ആളുകളൊക്കെ ജീരകത്തിൻ്റെ പൊടിയും ചുക്കുപൊടിയും ഒക്കെ ഇടും. പക്ഷെ ഞാൻ ഇത് മാത്രം ഏലക്കായ് പൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ശർക്കരപ്പാനി അരിച്ച് വെച്ചതാണ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു അരിപ്പൊടി വേണം തോന്നി, അങ്ങനെ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതാണ്. അതിന് ശേഷം ഞാൻ ഇടലേൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അവരൊക്കെ പറയുന്നുണ്ട് നാളെ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരണം കേട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുമ്പിള് പോലെ കുമ്പിള് പോലെ ഇങ്ങനെ മടക്കിയിട്ട് അത് ഞെട്ടിൻ്റെ ഭാഗം തിരിച്ച് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു പലഹാരം. അപ്പോൾ കുറേ നാളായി ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, ചക്ക കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കണമായിരുന്നു എന്ന്. അപ്പോൾ അതേപോലെ തന്നെ വിചാരിച്ച പോലെ ചക്കയും കിട്ടി. അപ്പോൾ വിചാരിച്ചു ഇനി എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം അങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ പുറത്ത് നല്ല മഴയാണല്ലോ. അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് വൈകുന്നേരം ചൂടോടെ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ കുറച്ചൊരു 5-8 ഇലയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഇലയിലത്തൊക്കെ ഞാൻ ഇതേപോലെ കുമ്പിള് കൊത്തി നിറച്ച് കൊടുത്ത്, എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ കുറച്ച് ബാക്കി വന്നിട്ട് മാവ് കുറച്ച് ശർക്കരപ്പാനിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടിയൊക്കെ കഴിയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് മൈദേൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ആ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ വെച്ചിട്ട് തിളച്ചതിന് ശേഷം വെറുതെ എണ്ണയിൽ ഇങ്ങനെ മുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ ഈ കർക്കിടക മാസത്തിലൊക്കെ വെച്ചെടുക്കൂലേ, എന്താ പറയുക, കൊടുക്കാന്ന് പറയും. അപ്പോൾ കൊടുക്കൊക്കെ ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കും, ചക്കേനെ കൊണ്ടോ അല്ലെ പഴത്തിനെ കൊണ്ടൊക്കെ. തണ്ണിലാമൃതം എന്ന് അതിന് പറയാം. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയതാണ്. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ അടയ്ക്കും അതേപോലെ ഇടലേൻ്റെ ആ ഒരു മണവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചക്ക കിട്ടിയാൽ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.